ജോ 75 വയസ്സുള്ള ഒരു വൃദ്ധനായിരുന്നു. അദ്ദേഹത്തിന്റെ മക്കൾ വളർന്നു നല്ല കരിയറും ഭാവിയും തേടി വിവിധ നഗരങ്ങളിലേക്ക് പോയിരുന്നു. മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മകൾ പേറുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. ജോയ്ക്ക് 4 കൊച്ചുമക്കളുണ്ടായിരുന്നു. അവർ അവധിക്കാലത്ത് അയാളെ സന്ദർശിക്കാറുണ്ടായിരുന്നു. അതൊരു അവധിക്കാലമായിരുന്നു. ജോ തന്റെ കൊച്ചുമക്കളുടെ വരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. കുട്ടികൾക്കായി വീട് വൃത്തിയാക്കുകയും പൂന്തോട്ടം വെട്ടുകയും വീട്ടുസാധനങ്ങൾ പുനഃക്രമീകരിക്കുകയും പ്രിയപ്പെട്ട ഭക്ഷണങ്ങൾ വാങ്ങുകയും ചെയ്യുന്നതിനിടെ ജോയ്ക്ക് തന്റെ പ്രിയപ്പെട്ട വാച്ച് നഷ്ടപ്പെട്ടു. തന്റെ ആദ്യത്തെ കുഞ്ഞിന്റെ ജനന സമയത്ത് ഭാര്യ അയാൾക്ക് സമ്മാനിച്ച സമ്മാനമായിരുന്നു ആ വാച്ച്. ജോ ആ വാച്ചിനെ തന്റെ ജീവനെപ്പോലെ വിലമതിക്കുകയും ഭാര്യയുടെ മരണശേഷം അത് ഭാര്യയുടെ ഓർമ്മയ്ക്കായി എപ്പോഴും തന്റെ കയ്യിൽ ധരിക്കുകയും ചെയ്തിരുന്നു. വാച്ച് കണ്ടെത്താൻ നടത്തിയ എല്ലാ ശ്രമവും പരാജയപ്പെട്ടു. അതിനിടെ അയാളുടെ പേരക്കുട്ടികളെല്ലാം അവിടെയെത്തി. പേരക്കുട്ടികളെ സ്വീകരിക്കുന്നതിൽ മുഴുകിയിരുന്ന അയാൾ വാച്ച് കളഞ്ഞുപോയ കാര്യം മറന്നു. പിറ്റേന്ന് കുളിക്കാനിറങ്ങിയപ്പോഴാണ് വാച്ച് കാണാനില്ലെന്ന് ഓർമ്മ വന്നത്. കളപുരയിൽ സാധനങ്ങൾ ക്രമീകരിക്കുമ്പോഴായിരുന്നു അയാൾ അവസാനമായി ആ വാച്ച് തന്റെ കയ്യിൽ കണ്ടത്. വാച്ച് കാണാതായതുകൊണ്ട് അദ്ദേഹം വളരെ അസ്വസ്ഥനായി. ഇത് ശ്രദ്ധിച്ച കൊച്ചുമക്കൾ അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയ്ക്കുള്ള കാരണം ആരാഞ്ഞു. ജോ എല്ലാ കാര്യവും കൊച്ചുമക്കളോട് പറഞ്ഞു. കളപ്പുര വൃത്തിയാക്കിയ കാര്യവും കളപ്പുര വൃത്തിയാക്കുന്നതിനിടെ അവസാനമായി തന്റെ കയ്യിൽ വാച്ച് കണ്ട കാര്യവും കൊച്ചുമക്കളോട് ജോ പങ്കുവച്ചു. കുട്ടികൾ കളപ്പുരയിൽ വാച്ച് തിരയുവാൻ തീരുമാനിച്ചു. വളരെ നേരം തിരഞ്ഞെങ്കിലും കുട്ടികൾക്ക് ആ വാച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. നിരാശരായ അവർ മുത്തച്ഛനെ ആശ്വസിപ്പിച്ചു. ഇതിനിടെ ഒരു കൊച്ചുമകൻ വീണ്ടും കളപ്പുരയിലേക്ക് പോയി. ഇത് ശ്രദ്ധിച്ച ബാക്കിയുള്ള കൊച്ചുമക്കളും ജോയും അവനെ അനുഗമിച്ചു. എന്നാൽ തന്റെ പുറകെ വരരുതെന്ന് അവൻ അവരോട് പറഞ്ഞു. 15 മിനിറ്റിന് ശേഷം ആ കൊച്ചുമകൻ ജോയുടെ വാച്ചുമായി തിരിച്ചെത്തി. ആശ്ചര്യചകിതരായ ജോയും മറ്റു കൊച്ചുമക്കളും വാച്ച് എങ്ങനെ കണ്ടെത്തിയെന്ന് കൊച്ചുമകനോട് അന്വേഷിച്ചു. ആ കൊച്ചുകുട്ടി മറുപടി പറഞ്ഞു, "ഞാൻ ശബ്ദമുണ്ടാക്കാതെ അവിടെയിരുന്നു. കളപ്പുര വളരെ നിശബ്ദമായിരുന്നു. കുറച്ചു മിനിറ്റുകൾക്ക് ശേഷം ഞാൻ ടിക് ടിക് ശബ്ദം കേട്ട് വാച്ച് കണ്ടെത്തി." ജോ അവനെ കെട്ടിപ്പിടിച്ച് നന്ദി പറഞ്ഞു. ഇതിൽ നിന്നും നാം പഠിക്കേണ്ട പാഠം നിശബ്ദതയുടെ ശക്തിയാണ്.